വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ കെ സുധാകരന്റെ നീക്കം എന്നൊരു വാർത്ത വരുന്നു. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കെ സുധാകരൻ മത്സരിച്ചേക്കും. നിർണായകമായ വാർത്താ സമ്മേളനം 12 മണിക്ക്. ഒരുപക്ഷെ 12 മണിക്ക് വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപനമുണ്ടായേക്കും. BJP നേതാക്കൾ സുധാകരനുമായി ബന്ധപ്പെട്ടവരെ സമീപിച്ചതായി ഒരു സൂചന കൂടി വരുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട നിർണായകമായ വാർത്ത ഡൽഹിയിൽ നിന്നും നോബൽ ബാരിക്കാരൻ അഗെയിൻ ബ്രേക്കിംഗ്. വളരെ പ്രധാനപ്പെട്ട വിവരം. വളരെ പ്രധാനപ്പെട്ട വിവരമാണ് നോബൽ കേരളക്കരെ അറിയിക്കുന്നത്. കെ സുധാകരൻ 12 മണിക്ക് മാധ്യമങ്ങളെ കാണും. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള തീരുമാനം അറിയിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന. ഒരുപക്ഷെ NDA പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണോ കാര്യങ്ങളുടെ പോക്ക്? അരുൺ, വളരെ നിർണായകമായ തീരുമാനമാണ് കെ സുധാകരനുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഇപ്പോൾ തനിക്ക് സീറ്റ് നിശ്ചയിച്ചത് വലിയ അവഗണനയാണ് എന്ന് കെ സുധാകരൻ അടുത്ത അനുയായികളെ ഇതിനോടകം തന്നെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രധാനമായും ഇപ്പോൾ വരുന്ന വിവരപ്രകാരമാണെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാനുള്ള നീക്കങ്ങൾ ഇപ്പോൾ കെ സുധാകരൻ സജീവമാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് വിവരം പുറത്തേക്ക് വരുന്നത്. ഇന്ന് 12 മണിക്ക് വാർത്താ സമ്മേളനം നിശ്ചയിച്ചിട്ടുണ്ട്. 11 മണിക്ക് കോൺഗ്രസിന്റെ പട്ടിക വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ പട്ടികയിൽ തന്റെ പേരില്ലെങ്കിൽ 12 മണിക്ക് ഒരുപക്ഷെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പ്രഖ്യാപനം, സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ കണ്ണൂരിൽ മത്സരിക്കും എന്ന പ്രഖ്യാപനം കെ സുധാകരൻ നടത്തും എന്ന് അറിയാൻ കഴിയുന്നു. അതോടൊപ്പം തന്നെ NDAയുടെ പ്രത്യേകിച്ച് BJP നേതാക്കൾ സുധാകരനെ സമീപിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു. പ്രധാനപ്പെട്ട വിവരമാണ്. എന്താണെങ്കിലും കെ സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ കണ്ണൂരിൽ മത്സരിക്കുമോ എന്ന്, പ്രത്യേകിച്ച് നിലവിൽ പ്രവർത്തക സമിതി അംഗമാണ്, കണ്ണൂരിന്റെ MP ആണ്, അത്തരത്തിൽ മുൻ KPCC അധ്യക്ഷനാണ്. കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തുടരുന്ന ഈ തർക്കങ്ങൾ സുധാകരന്റെ സ്വന്തം സ്ഥാനത്തിലേക്കാണോ പോകുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. എന്താണെങ്കിലും നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ അനുയായികൾക്ക്, പ്രധാനപ്പെട്ട അദ്ദേഹത്തെ ഒപ്പം നിൽക്കുന്ന ആളുകൾക്ക് നൽകിയിട്ടുണ്ട് എന്നും അറിയാൻ കഴിയുന്നു. കെ സുധാകരൻ അങ്ങനെയാണെങ്കിൽ കണ്ണൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. 12 മണിക്ക് കെ സുധാകരൻ ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. വലിയ തരത്തിൽ അസംതൃപ്തിയിലാണ് കെ സുധാകരൻ ഉള്ളത്. കാരണം ഉണ്ടായത് കടുത്ത അവഗണനയാണ് എന്ന് അദ്ദേഹം പറയുന്നു. കാരണം പലതവണ ആവശ്യപ്പെട്ടതാണ്, അതുപോലെ തന്നെ സമ്മർദ്ദം ശക്തമാക്കിയതാണ്. മുൻപ് രാഹുൽ ഗാന്ധി ഉറപ്പ് നൽകിയതാണ്. KPCC അധ്യക്ഷ സ്ഥാനം പോകുമ്പോൾ, KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുമ്പോൾ അല്ലെങ്കിൽ മാറ്റുമ്പോൾ വന്ന് ഉറപ്പ് നൽകിയതാണ് നിയമസഭയിൽ മത്സരിപ്പിക്കാമെന്ന്. അതൊന്നും പാലിക്കപ്പെട്ടില്ല, അപമാനിതനായി എന്ന് തന്നെയാണ് കെ സുധാകരൻ ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. എന്താണെങ്കിലും കെ സുധാകരൻ കണ്ണൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാനുള്ള സാധ്യത തെളിയുന്നു. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. കോൺഗ്രസിന്റെ കാര്യങ്ങൾ കൂടുതൽ വലിയ തരത്തിൽ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും ഈ തീരുമാനം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. BJP നേതാക്കൾ കൂടി കെ സുധാകരനെ സമീപിക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക്, കടുത്ത തീരുമാനത്തിലേക്ക് കെ സുധാകരൻ പോവുകയാണെങ്കിൽ അത് വലിയ പ്രതിസന്ധി തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കും. സുധാകരൻ മാത്രമല്ല, ഒരു കൂട്ടം വലിയ അസംതൃപ്തരുടെ കൂട്ടായ്മ സുധാകരന് പിന്നിൽ ഉണ്ടെന്ന വിവരവും പുറത്തേക്ക് വരുന്നു. എന്താണെങ്കിലും കെ സുധാകരൻ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ പോകുന്ന സൂചനയാണ് നമുക്ക് ദില്ലിയിൽ നിന്ന് ലഭിക്കുന്നത്. കെ സുധാകരനുമായി ബന്ധപ്പെട്ട അടുത്ത ആളുകൾ ആ സൂചന നൽകുന്നു. 12 മണിക്ക് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ സുധാകരൻ ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹം നിലപാട് അറിയിക്കും. ഒരു പക്ഷേ സ്വന്തം സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാണ് നീക്കമെങ്കിൽ ഇതിനോടൊപ്പം തന്നെ അതിന് നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ മത്സരിക്കുന്ന കാര്യം പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് കോൺഗ്രസിന് വലിയ ഇരട്ടടിയായിരിക്കും. സുധാകരൻ തിരിച്ച് കണ്ണൂരിലേക്ക് വരുന്നത് അത് തീർച്ചയായും കോൺഗ്രസിന് ഒട്ടും ഗുണകരമായിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ കണ്ണൂരിലേക്കുള്ള സുധാകരന്റെ യാത്ര അടക്കം ഈ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം തൽക്കാലം നിർത്തിവെച്ചിരിക്കുന്നത്. 11 മണിയോടെ പട്ടിക വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. 12 മണിക്ക് വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ അടിയായിരിക്കും. കണ്ണൂരിൽ മാത്രമല്ല, അതിന്റെ പ്രതിഫലനം കേരളത്തിൽ മൊത്തം ഉണ്ടാകും എന്നും നമുക്ക് ഈ ഘട്ടത്തിൽ എടുത്തു പറയണം. ഒരിക്കൽ കൂടി പറയുന്നു, കടുത്ത അവഗണന ഉണ്ടായി എന്ന് അടുത്ത അനുയായികൾ നിരന്തരം കെ സുധാകരൻ വിളിച്ച് അറിയിക്കുന്നുണ്ട് എന്നാണ് നോബൽ ബാരിക്കാരൻ കെ സുധാകരൻ നേരിട്ടത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. നോബൽ പറഞ്ഞതുപോലെ നിർണായകമായ വാർത്താ സമ്മേളനം. ഒന്ന്, കെ സുധാകരനെ നിർത്തിയില്ല. 2, കെ സുധാകരനോട് അടുത്ത് നിൽക്കുന്ന നേതാക്കളെ പോലും പരിഗണിച്ചില്ല. TO മോഹനെയാണ് പരിഗണിച്ചിരിക്കുന്നത്. അതും കേസ് അനുകൂലികളുടെ ഇടയിൽ വലിയ വിയോജിപ്പുണ്ടാക്കി എന്നുള്ളതാണ്. നോബൽ ബാരിക്കാരൻ കൂടുതൽ വിവരങ്ങൾ നൽകുക. വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ നോബൽ ബാരിക്കാരൻ ദില്ലിയിൽ നിന്ന് നൽകുന്നത്. ഇന്ന് 12 മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്ന വാർത്ത റിപ്പോർട്ടറാണ് റോഷി പാലാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ ഇതാ നോബൽ ബാരിക്കാരൻ ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. 12 മണിക്ക് മാധ്യമങ്ങളെ കാണുമ്പോൾ പട്ടികയിൽ സുധാകരന്റെ പേരില്ലെങ്കിൽ സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കണ്ണൂരിൽ വരും. മറ്റിടങ്ങളിലും വിമത സ്ഥാനാർത്ഥികളെ നിർത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കടുത്ത അവഗണന നേരിട്ടു എന്ന നിലപാടിലാണ് സുധാകരൻ അനുകൂലികളുള്ളത്. റോഷി പാൽ കൂടി നമുക്കൊപ്പം ചേരുന്നു. റോഷി നേരത്തെ ബ്രേക്ക് ചെയ്ത 12 മണിക്ക് മാധ്യമങ്ങളെ കാണും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ ചില സാധ്യതകളാണ് മുന്നോട്ട് വെച്ചതെങ്കിൽ ഇപ്പോൾ നോബൽ ബാരിക്കാരൻ ഡൽഹിയിൽ നിന്ന് നൽകുന്ന വിവരമനുസരിച്ച് 11 മണിക്ക് മുമ്പ് പുറത്തുവരുന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ കണ്ണൂരിൽ കെ സുധാകരന്റെ പേരല്ല, TO മോഹനന്റെ പേരാണ് ഉള്ളതെങ്കിൽ കെ സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കണ്ണൂരിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നു. അത് കണ്ണൂരിൽ മാത്രം ഒതുങ്ങില്ല,
ഇരിക്കൂരിലും പേരാവൂരിലും ഒരുപക്ഷെ സ്ഥാനാർത്ഥികളെ നിർത്തിയേക്കാം എന്നുള്ളതാണ് KS അനുകൂലികളുമായി സംസാരിക്കുമ്പോൾ അർജുൻ കല്യാടും നൽകുന്ന സൂചന. എന്നുവെച്ചാൽ കാര്യങ്ങൾ വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ റോഷിപാൽ? അരുൺകുമാർ, കെ സുധാകരൻ പൊട്ടിത്തെറിക്കുമെന്ന് ഉറപ്പാണ്. വാർത്താ സമ്മേളനത്തിൽ കടുത്ത പ്രതിഷേധം കെ സുധാകരന്റെ വാക്കുകളിലുണ്ടാകും. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനത്തിനാണ് കെ സുധാകരൻ തയ്യാറെടുക്കുന്നത്. കാരണം വളരെ നേരത്തെ തന്നെ കേരള രാഷ്ട്രീയത്തിൽ തനിക്ക് തിരിച്ചു പോകാനുള്ള താല്പര്യം അത് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിച്ചതാണ്. പ്രത്യേകിച്ച് കെ സുധാകരൻ MLA ആയിരിക്കുന്ന ഘട്ടത്തിലാണ് പാർലമെന്റിലേക്ക് മത്സരിക്കണമെന്ന് അന്ന് KPC അധ്യക്ഷനായ രമേശ് ചെന്നിത്തല ആവശ്യപ്പെടുന്നത്. കണ്ണൂരിൽ കടുത്ത പോരാട്ടം നടത്താനാണ് അന്ന് കെ സുധാകരൻ പാർലമെന്റിലേക്ക് മത്സരിക്കുന്നത്. അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് മാറിയപ്പോൾ തന്നെ തനിക്ക് തിരിച്ച് ഏതെങ്കിലും ഘട്ടത്തിൽ വരണമെന്ന് കെ സുധാകരൻ അറിയിച്ചതാണ്. അങ്ങനെ സന്നദ്ധ അറിയിച്ച ഘട്ടത്തിലാണ് മുല്ലപ്പള്ളി രാമചന്ദ്രനെ KPCC അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റുമ്പോൾ പകരക്കാരനായി കെ സുധാകരൻ KPC അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്നത്. പിന്നീട് KPCC അധ്യക്ഷ പദവിയിൽ നിന്നും പൊടുന്നനെ കെ സുധാകരനെ മാറ്റുമ്പോൾ അന്നും പറഞ്ഞു തനിക്ക് കേരള രാഷ്ട്രീയത്തിൽ തന്നെ നിൽക്കണം, തനിക്ക് നിയമസഭയിലേക്ക് മത്സരിക്കണം, അത് പിന്നീട് ആലോചിക്കാം, പരിഗണിക്കാമെന്ന മറുപടിയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അങ്ങനെ നിൽക്കുമ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ മത്സരിക്കാൻ താൻ ഇല്ലെന്ന് അറിയിച്ചപ്പോൾ അന്ന് കെ സുധാകരന് താല്പര്യമുള്ള കെ സുധാകരൻ നിർദ്ദേശിച്ചയാളെ പരിഗണിക്കാത്ത സാഹചര്യത്തിലാണ് ഒടുവിൽ കെ സുധാകരൻ തന്നെ മത്സരരംഗത്തേക്ക് തിരിച്ചെത്തുന്നത്. ഇതാണ് കെ സുധാകരന്റെ വിശദീകരണം. അതുകൊണ്ട് താൻ ഒട്ടും തൽപരനല്ല ദേശീയ രാഷ്ട്രീയത്തിൽ നിൽക്കാൻ, തനിക്ക് കേരള രാഷ്ട്രീയത്തിലാണ് പ്രവർത്തിക്കാൻ ഏറ്റവും കൂടുതൽ താല്പര്യമെന്ന് വീണ്ടും കെ സുധാകരൻ നേതൃത്വത്തെ അറിയിക്കുകയായിരുന്നു. പക്ഷെ അതൊന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് അംഗീകരിച്ചിട്ടില്ല. കോൺഗ്രസ് ഹൈക്കമാൻഡ് സമ്മർദ്ദത്തിന് വഴങ്ങില്ല എന്ന ഒറ്റ നിലപാടിൽ തന്നെയാണ്. കെ സുധാകരൻ എന്നല്ല ഏത് കോൺഗ്രസ് നേതാവും സമ്മർദ്ദം ചെലുത്തി അവർ ഉയർത്തുന്ന ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്നത് അസാധ്യമാണ്. അത്തരമൊരു പഴയ കീഴ്വഴക്കം അതിനി ഇല്ല എന്ന നിലപാടിലേക്ക് മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും എത്തുകയാണ്. അവിടെയാണ് കെ സുധാകരന്റെ പ്രതീക്ഷകൾ ഒന്നാകെ തകർന്നുപോയത്. ഇനി കെ സുധാകരൻ കടുത്ത നിലപാട് സ്വീകരിക്കാൻ നേരത്തെ എടുത്ത തീരുമാനം സ്വതന്ത്രനായി കണ്ണൂരിൽ മത്സരിക്കുക എന്ന് മാത്രമല്ല, മറ്റു 15 നിയമസഭാ മണ്ഡലങ്ങൾ, അതും കോൺഗ്രസിന് ഏറ്റവും സ്വാധീനമുള്ള സിറ്റിംഗ് സീറ്റുകളിലടക്കം വിമത സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുക, സുധാകരന്റെ അനുയായികളെ അണിനിരത്തുക, അങ്ങനെ കോൺഗ്രസിന് UDFന് വെല്ലുവിളി ഉയർത്തുക എന്ന നീക്കമാണ് കെ സുധാകരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. ഒന്ന് കണ്ണൂരിനെ കൃത്യമായി അറിയുന്ന, കണ്ണൂരിലെ കോൺഗ്രസിന്റെ നെടുന്തൂണായ കെ സുധാകരൻ ഇങ്ങനെ വിമത നീക്കം നടത്തുമ്പോൾ അത് സ്വാഭാവികമായും കണ്ണൂരിൽ മാത്രമല്ല തൊട്ടടുത്ത് കാസർഗോഡും ഒപ്പം മലബാറിൽ ഒന്നാകെ, അത് കോഴിക്കോട് ജില്ലയിലാകട്ടെ എല്ലായിടത്തും അത് പ്രതിഫലിക്കും. കാരണം സുധാകരൻ അനുകൂലികൾ KS ബ്രിഗേഡ് എന്ന പേരിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യുവാക്കളടക്കമുള്ള വലിയൊരു സംഘമുണ്ട്. അവർ നിസ്സഹായരായി നിന്നാൽ, ഒരുപക്ഷെ സഹകരിക്കാതിരുന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളെ അത് ബാധിക്കുമെന്ന് മാത്രമല്ല അത് വോട്ടിനെ പോലും സ്വാധീനിക്കുമെന്ന ആശങ്ക ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട്. അതേസമയം തന്നെ കെ സുധാകരന് വെല്ലുവിളി ഉയർത്താൻ കഴിയില്ല എന്ന അഭിപ്രായമുള്ള നേതാക്കളുമുണ്ട്. ഇനി സുധാകരന്റെ മുന്നിലുള്ള ഏക വഴി കോൺഗ്രസിന്റെ നേതൃത്വത്തെ രൂക്ഷമായി വിമർശിക്കുക എന്ന് മാത്രമല്ല, ഒന്ന് സ്വതന്ത്രരായി മത്സരിക്കുക എന്നത്, അതിനൊപ്പം തന്നെ എന്തുകൊണ്ട് താൻ ഈ തീരുമാനമെടുക്കുന്നു എന്ന് വിശദീകരിക്കേണ്ടി വരും. കാരണം കണ്ണൂരിൽ CPM-മായി പൊരുതിയാണ് അവിടെ കെ സുധാകരൻ അടക്കമുള്ള നേതാക്കൾ പാർട്ടി വളർത്തിയത്. അപ്പോൾ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന, CPM-ന് വലിയ രീതിയിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന തീരുമാനമെടുക്കുന്നു എന്ന ആക്ഷേപം അവിടെ കോൺഗ്രസ് നേതൃത്വം ഉയർത്തുമ്പോൾ അതിനെ അടക്കം എങ്ങനെ പ്രതിരോധിക്കണം എന്നതടക്കം സുധാകരൻ ആലോചിക്കുകയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളുമായി അനുയായികളുമായി ഇപ്പോൾ സുധാകരൻ ആശയവിനിമയം നടത്തുന്നു. വാർത്താ സമ്മേളനത്തിൽ BJP കാര്യങ്ങൾ നിരീക്ഷിക്കുന്നു. എനിക്ക് നോബലിലേക്ക് ഒന്നുകൂടി ഒന്ന് പോകണം. റോഷി, കൂടുതൽ വിവരങ്ങൾ റോഷിയും എടുക്കൂ. 12 മണിക്ക് നിർണായകമായ തീരുമാനമുണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. BJP കാര്യങ്ങൾ നിരീക്ഷിക്കുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അസമിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? സമാനമായ ഒരു സാഹചര്യമാണ്. അവിടെ തരുൺ ഗൊഗോയിയോട് എതിർപ്പ് പ്രകടിപ്പിച്ച ഒരു വിഭാഗം ആളുകൾ മാത്രമല്ല, അവിടെ KPCCയുടെ മുൻ അധ്യക്ഷനായ ഈ ബോറയുണ്ടല്ലോ, അദ്ദേഹം ചെയ്തതും യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ്. അവസാന നിമിഷം BJP പിന്തുണ കൊടുത്തു. ഇവിടെ കെ സുധാകരൻ BJP പിന്തുണ സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നിശ്ചയമായില്ല. പക്ഷേ കെ സുധാകരനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം ഈ തീരുമാനത്തിൽ അസംതൃപ്തരാണ് എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ ഇപ്പോൾ പുറത്തു വരുന്നു. 12 മണിക്ക് കെ സുധാകരൻ വാർത്താ സമ്മേളനം പ്രഖ്യാപിച്ചാൽ സ്വിച്ച് ഇട്ടതുപോലെ പ്രതിഷേധങ്ങൾ നടക്കും. അങ്ങനെ വന്നാൽ ഇനി അനുനയത്തിനാണ് വഴങ്ങുന്നതെങ്കിൽ കെ സുധാകരൻ നിശബ്ദനായി മടങ്ങും. പക്ഷേ നിശബ്ദനായി മടങ്ങിയ ചരിത്രം കണ്ണൂരിലെ KS-നില്ല.